നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. ജപ്പാനിൽ പ്രളയമുണ്ടാകുമെന്ന ബാബയുടെ പ്രവചനം അസാധുവെന്ന് ജപ്പാൻ സർക്കാർ സ്ഥിരീകരിച്ചു. ടോക്കിയോ, ജൂലൈ 5, 2025 രാവിലെ 4:18 ജപ്പാനിൽ വൻ ഭൂകമ്പവും അതിന് പിന്നാലെയുള്ള സുനാമിയുമായി ബന്ധപ്പെട്ട് പ്രളയ പ്രവചനമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന ബാബയുടെ പ്രവചനത്തെ ജപ്പാൻ ഔദ്യോഗിക ഉദ്യോഗസ്ഥരും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുമായി ഔദ്യോഗിക ഏജൻസികളും പൂർണ്ണമായി തള്ളി. 2021 പുറത്തിറങ്ങിയ ദ ഫ്യൂച്ചർ ഐ സോ എന്ന ജാപ്പനീസ് മംഗയുടെ സ്രഷ്ടാവായ റിയോ തത്സുഗി എന്ന ആർട്ടിസ്റ്റ് ഈ തീയതിയും സമയവുമുള്ള ഭൂകമ്പ പ്രവചനം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 5 രാവിലെ ജപ്പാനിൽ വൻ പ്രളയമുണ്ടാകുമെന്ന ശബ്ദപ്രചാരം സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം വ്യാപിച്ചത്. പലരും ഇത് ജാപ്പനീസ് ബാബ വാങ്കയുടെ പ്രവചനമായി വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി വ്യക്തമാക്കുന്നത് ഇത്തരം പ്രവചനങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ സൃഷ്ടിച്ച ഭയമാണ്. ഭൂകമ്പം കൃത്യമായി എപ്പോഴൊക്കെ ഉണ്ടാകുമെന്ന് അശാസ്ത്രീയമായി പ്രവചിക്കാനാവില്ല എന്നാണ് ഔദ്യോഗിക പ്രസ്താവന. ജപ്പാൻ ഗവൺമെന്റിന്റെ സെസ്മിക് വിഭാഗവും ടോക്കിയോ സർവകലാശാലയിലെ ഭൂപരിശോധന ശാസ്ത്രജ്ഞന്മാരും ഈ പ്രവചനത്തിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. മംഗയിൽ എഴുതിയിരിക്കുന്നതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഭീതി സമൂഹത്തിൽ അനാവശ്യമാണ്. ജപ്പാൻ ടൂറിസം ഏജൻസികൾ വരെ പ്രസ്താവനയിലൂടെ വിദേശ സഞ്ചാരികൾക്ക് അശാന്തി ഉണ്ടാക്കാൻ ഇടയായി. ഇത് യാതൊരു ഔദ്യോഗിക മുന്നറിയിപ്പുമല്ല. ഭീഷണി എന്ന് പറയാവുന്ന യാതൊരു തരത്തിലുള്ള പ്രകൃതി ദൗർഭാഗ്യങ്ങളും നിലവിൽ കണക്കിൽ വന്നിട്ടില്ല. സർക്കാർ പ്രസ്താവന ഇറക്കി. ജൂലൈ 5 രാവിലെ ജപ്പാനിൽ ഭൂകമ്പമോ സുനാമിയോ ഉണ്ടായിട്ടില്ലെന്നും ജപ്പാൻ സർക്കാരിന്റെ ഔദ്യോഗിക സൈറ്റുകൾ സ്ഥിരീകരിച്ചു. ജപ്പാനിൽ ഇപ്പോൾ സജീവമായ ജാഗ്രതാ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. JMAയുടെയും ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഏജൻസിയുടെയും എല്ലാ ഔദ്യോഗിക വെബ്സൈറ്റുകളും സന്ദർശിച്ചാൽ ജൂലൈ 5 ഡിസാസ്റ്റർ പ്രൊട്ടക്ഷൻ എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ഔദ്യോഗിക മുന്നറിയിപ്പും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത്തരം പ്രവചനങ്ങൾ സാമൂഹ്യ മാധ്യമ ഭയാശങ്ക മാത്രമാണ് എന്നതിൽ അധികം ശാസ്ത്രീയ മൂല്യമില്ലെന്നും സർക്കാർ നിലപാട്. ജൂലൈ 5, 2025 രാവിലെ 4:18 ജപ്പാനിൽ വൻ പ്രളയമുണ്ടാക്കുമെന്ന ബാബയുടെ പ്രവചനം അസാധുവാണ്. ജപ്പാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇത് യാതൊരു ശാസ്ത്രീയ അംഗീകാരവുമില്ലെന്നും ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.